നാരായണ. നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ
ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 63-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ 62-ാം അധ്യായം 2 ക്ലാസ്സായിട്ട് കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് 63. ഉഷ അനിരുദ്ധം എന്ന കഥ. അതിൽ കഴിഞ്ഞ അധ്യായത്തിൽ അനിരുദ്ധ ബന്ധനം വരെ പറഞ്ഞു. ഇനി ആ അനിരുദ്ധനെ മോചിപ്പിക്കാനായിക്കൊണ്ട് ദ്വാരകയിൽ നിന്ന് ഭഗവാന്റെ നേതൃത്വത്തിൽ ബലരാമസ്വാമിയും പ്രദ്യുമ്നനും സാമ്പനും അതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ളവരെല്ലാം ചേർന്നൊരു സൈന്യവുമായി ശോണിതപുരം ആക്രമിച്ച് യുദ്ധം ചെയ്യുന്ന ആ യുദ്ധവർണ്ണനകളാണ്. അതിൽ ഭഗവാൻ മഹാദേവനെ തോൽപ്പിക്കുന്നതായിട്ടുള്ള കഥയുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു ഐശ്വര്യം, ശങ്കരാദീശ്വര വിനിയമനം, വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം എന്നുള്ള ആ ഭഗവത് ശബ്ദത്തിൻ്റെ അർത്ഥത്തെ വ്യക്തമാക്കുന്ന കഥ കൂടിയാണ്. ഈ ബാണയുദ്ധത്തിലൂടെ ബാണന്റെ രക്ഷ ചെയ്യുന്ന ഭഗവാൻ മഹാദേവൻ ഭഗവാനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് യുദ്ധം ചെയ്ത് മോഹാലസ്യം പ്രാപിക്കുന്നതും ഭഗവാനെ സ്തുതിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള രംഗങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ അവസാനം ബാണനെ യുദ്ധത്തിൽ ജയിച്ച് ബാണന്റെ 996 കൈകളും മുറിച്ചു കളഞ്ഞ് 4 കൈകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് 2 കൈകൾ ഭഗവാനെ പൂജിക്കാൻ, മഹാദേവനെ പൂജിക്കാനും 2 കൈകൾ സ്വന്തം കാര്യങ്ങൾ സാധിക്കാനുമായിട്ട് വിട്ടുകൊടുത്തു എന്നാണ്. ആ ബാണൻ സന്തോഷത്തോടെ, കാരണം തനിക്ക് തൻ്റെ മരുമകനായിട്ട് വരുന്നത് നല്ലൊരു ബന്ധമാണ്, ശക്തന്മാരായിട്ടുള്ള ബന്ധുക്കളാണ് തനിക്ക് കിട്ടുന്നത് എന്നുള്ള സന്തോഷം കൊണ്ട് ആ ശ്രീകൃഷ്ണനുമായിട്ടുള്ള ബാന്ധവം എന്തുകൊണ്ടും തനിക്ക് അഭിമാനാർഹമാണ് എന്ന് ബോധ്യം വന്ന ബാണാസുരൻ ഉഷയെ അനിരുദ്ധന് നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിച്ച് ധാരാളം സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് തിരിച്ച് യാത്രയാക്കുന്നു. ഭഗവാന്റെ നേതൃത്വത്തിൽ അനിരുദ്ധനും ഉഷയുമായിട്ട് നവവധൂവരന്മാരായിട്ട് ഘോഷയാത്രയായി തിരിച്ച് ദ്വാരകയിലെത്തി ആഘോഷമായി സന്തോഷമായി കഴിയുന്നു. ഇതുവരെയാണ് ഈ 63-ാം അധ്യായത്തിലെ വിഷയം. 63-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 63-തമോऽധ്യായഃ. ശ്രീശുക ഉവാച അപശ്യതാം ചാനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത
ചത്വാരോ വാർഷികാ മാസാ വ്യതീയുഃ അനുശോചതാം. നാരദാത് തദുപാകർണ്യ വാർത്താം ബദ്ധസ്യ കർമ്മ ച പ്രയയുഃ ശോണിതപുരം വൃഷ്ണയഃ കൃഷ്ണദേവതാഃ. പ്രദ്യുമ്നോ യുയുധാനശ്ച ഗതഃ സാംബോധസാരണഃ നന്ദോപനന്ദഭദ്രാദ്യാ രാമകൃഷ്ണാനുവർത്തിനഃ. അക്ഷൗഹിണീഭിർദ്വാദശഭിഃ സമേതാ സർവതോ ദിശം രുരുധുർബാണനഗരം സമന്താത് സാത്വതർഷഭാഃ. ഭജ്യമാനപുരോദ്യാനപ്രാകാരാട്ടാലഗോപുരം പ്രേക്ഷമാണോരുഷാവിഷ്ടസ്തുല്യസൈന്യോഭിനിര്യയൗ. ബാണാർത്തേ ഭഗവാൻ രുദ്രഃ സസുതൈ പ്രമഥൈർവൃതഃ ആരുഹ്യ നന്ദിവൃഷഭം യുയുധേ രാമകൃഷ്ണയോഃ. ആസീത് സുതുമുലം യുദ്ധം അത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുമ്നഗുഹയോരപി. കുംഭാണ്ഡകൂപകർണാഭ്യാം ബലേന സഹ സംയുഗഃ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേഃ. ബ്രഹ്മാദയഃ സുരാധീശാ മുനയഃ സിദ്ധചാരണാഃ ഗന്ധർവാപ്സരസോ യക്ഷാ വിമാനൈർദ്രഷ്ടുമാഗമൻ. ശങ്കരാനുചരാൻ ശൗരിഃ ഭൂതപ്രമദഗുഹ്യകാൻ ഡാകിനീർയാദുധാനാംശ്ച വേതാളാൻ സവിനായകാൻ. പ്രേതമാതൃപിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീക്ഷ്ണാഗ്രൈഃ ശരൈഃ ശാർംഗധനുശ്ച്യുതൈഃ. പൃഥഗ്വിധാനി പ്രായുങ്ക്ത പിനാകി അസ്ത്രാണി ശാർംഗിണേ പ്രത്യസ്ത്രൈഃ ശമയാമാസ ശാർംഗപാണിർ അവിസ്മിതഃ. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. മോഹയിത്വാ തു ഗിരിശം ദൃംഭണാസ്ത്രേണ ദൃംഭിതം ബാണസ്യ പൃതനാം ശൗരിഃ ജഗാന അസിഗതേഷുഭിഃ. സ്കന്ദഃ പ്രദ്യുമ്നബാണൗകൈഃ അർദ്യമാനഃ സമന്തതഃ അസൃഗ്വിമുഞ്ചൻ ഗാത്രേഭ്യഃ ശിഖിനാപാക്രമത് രണാത്. കുംഭാണ്ഡകൂപകർണശ്ച പേതതുർമുസലാർദ്ദിതൗ ദുദ്രുവുസ്തദനീകാനി ഹതനാഥാനി സർവതഃ. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോऽത്യമർഷണഃ കൃഷ്ണമഭ്യദ്രവത് സംഖ്യേ രതീഃ ത്വൈവ സാത്യകിം. ധനൂംഷ്യാകൃഷ്യ യുഗപദ്ബാണഃ പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ സരൗ ദ്വൗ ദ്വൗ സന്തധേരണദുർമദഃ. താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗപദ്ഹരിഃ സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഖമപൂരയത്. തന്മാതാ കോടരാ നാമ നഗ്നാ മുക്തശിരോരുഹാ പുരോവതസ്ഥേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. തതസ്ഥിര്യന്മുഖോ നഗ്നാം അനിരീക്ഷൻ ഗദാഗ്രജഃ ബാണശ്ച താവത് വിരതഃ ഛിന്നതന്വാവിശത്പുരം. വിദ്രാവിദേ ഭൂതഗണേ ജ്വരസ്തു ത്രിശിരാസ്ത്രിപാദ് അഭ്യധാവദാശാർഹം ദഹന്നിവ ദിശോ ദശ. അത നാരായണോ ദേവഃ തം ദൃഷ്ട്വാ വിസൃജജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ച യുയുധാദേ ജ്വരൗ ഉഭൗ. മാഹേശ്വരഃ സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിതഃ അലബ്ധ്വാ അഭയമന്യത്ര ഭീതോ മാഹേശ്വരോ ജ്വരഃ. ശരണാർത്ഥീ ഋഷികേശം തുഷ്ടാവ പ്രയതാഞ്ജലിഃ. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാനസംരോധഹേതും യത്തദ്ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ തൽസംഘാതോ ബീജരോഹ പ്രവാഹഃ
त्वन्मायैषा तन्निषेधं प्रपद्ये नानाभावैर्लीलयैवोपपन्नैः देवान् साधून् लोकसेतून् बिभर्षि हंस्युन्मार्गान् हिंसया वर्तमानान् जन्मैदत्ते भारहाराय भूमेः तप्तोऽहं ते तेजसा दुस्सहेन शान्तोग्रेणात्युल्बणेन ज्वरेण तावत्तापो देहिनां तेऽङ्घ्रिमूलं नो सेवेरन्यावदाशानुबद्धाः श्रीभगवानुवाच त्रिशिरस्ते प्रसन्नोऽस्मि वेदुते मज्वराद्भयं यो नौ स्मरति संवादं तस्य त्वं न भवेद्भयम् इत्युक्तो अच्युतमानम्य गतो माहेश्वरोज्वरः बाणस्तुरथमारूढः प्रागाद्योत्स्यन् जनार्दनम् ततो बाहुसहस्रेण नानायुधधरोऽसुरः मुमोच परमक्रुद्धो बाणांश्चक्रायुधे नृप तस्यास्य दोस्त्राणि असकृत् चक्रेण क्षुरनेमिना चिच्छेद भगवान् बाहून् शाखा इव वनस्पतेः बाहुषु छिद्यमानेषु बाणस्य भगवान् भवः भक्तानुकम्बि उपव्रज्य चक्रायुधमभाषत श्रीरुद्र उवाच त्वं हि ब्रह्म परं ज्योतिः गूढं ब्रह्मणि वाङ्मये यं पश्यन्त्यमलात्मानः आकाशमिव केवलम् नाभिर्नभो अग्निर्मुखमम्बुरेतो द्यौशीर्षमाशा श्रुतिरङ्घ्रिरुर्वी चन्द्रो मनो यस्य दृगर्क आत्मा अहं समुद्रो जठरम्बुजेन्द्रः रोमाणि यस्य औषधयोऽम्बुवाहाः केशाविरिञ्जो दिशणा विसर्गः प्रजापतिर्हृदयं यस्य धर्मः स वै भवान् पुरुषो लोककल्पः तवावतारोऽयमकुण्डदामन् धर्मस्य गुप्त्यै जगतो भवाय वयं च सर्वे भवतानुभाविता विभावयामो भुवनानि सप्त त्वमेक आद्यः पुरुषोऽद्वितीयः तुर्यस्वदृक् हेतुरहेतुरीशः प्रदीयसेदापि यथा विकारं स्वमायया सर्वगुणप्रसिद्ध्यै यथैव सूर्यः पिहितच्छायया स्वया छायां च रूपाणि च सञ्चकास्ति एवं गुणेनाभिहितो गुणान् त्वम् आत्मप्रदीपो गुणिनश्च भूमन् यन्मायामोहितधियः पुत्रदारगृहादिषु उन्मज्जन्ति निमज्जन्ति प्रसक्ता वृजिनार्णवे देवदत्तमिमं लब्ध्वा नृलोकम् अचितेन्द्रियः यो नाद्रियेत तुल्पादौ सशोच्यो ह्यात्मवञ्चकः यस्त्वां विसृजते मर्त्यः आत्मानं प्रियमीश्वरम् विपर्ययेन्द्रियार्थार्थं विषम् अत्ति अमृतं त्यजन् अहं ब्रह्मादविबुधाः मुनयश्चामलाशयाः सर्वात्मना प्रपन्नास्त्वाम् आत्मानं प्रेष्ठमीश्वरम् तं त्वा जगत्स्थिति उदयान्तहेतुं समं प्रशान्तं सुहृदात्मदैवम् अनन्यमेकं जगदात्मकेदं भवापवर्गाय भजामदेवम् अयं ममेष्टो दयितोऽनुवर्ति मया अभयं दत्तममुष्यतेव सम्पाद्यतां तद्भवतः प्रसादो यदा हि ते दैत्यपतौ प्रसादः श्रीभगवानुवाच यथार्थ भगवन् त्वन्नः करवामप्रियं तव भवतो यद्व्यवसितं तन्मे साधु अनुमोदितम् अवध्योऽयं ममाप्येषः वैरोजनिसुतो असुरः प्रह्लादाय वरो दत्तो न वध्यो मे तवान्वयः दर्पोपशमनायास्य प्रवृक्णा बाहवो मया सूदितं च बलं भूरि यच्च भारायितं भुवः चत्वारोऽस्य भुजाशिष्टा भविष्यन्त्यजरामराः
പാർഷദമുഖ്യോ ഭവതോ ന കുതശ്ചിത് ഭയോസുരഃ ഇതി ലബ്ധ്വാഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുരഃ പ്രാദ്യുമ്നിം രഥമാരോപ്യ സവദ്വാ സമുപാനയത് അക്ഷൗഹിണ്യാ പരിവൃതം സുവാസമലങ്കൃതം സപത്നീകം പുരസ്കൃത്യ യയൗ രുദ്രാനുമോദിതഃ സ്വരാജധാനീം സമലങ്കൃതാം ധ്വജൈഃ സതോരണൈരുക്ഷിതമാർഗചത്വരാം വിവേശ ശങ്കാനകദുന്ദുഭിസ്വനൈഃ അഭ്യുദ്യത പൗരസുഹൃദ്വിജാദിഭിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗ് യേവം കൃഷ്ണവിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേത് പ്രാതരുദ്ധായ ന തസ്യ സ്യാത് പരാജയഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധാനയനം നാമ 63-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പൊ ഭഗവാന്റെ ദാമ്പത്യവും പുത്രന്മാരെക്കുറിച്ചും എല്ലാം പറഞ്ഞ ശേഷം പ്രദ്യുമ്നന്റെയും അനിരുദ്ധന്റെയും ഓരോ വിവാഹങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ 2 അധ്യായങ്ങളെ കൊണ്ട് 62ഉം 63ഉം അധ്യായങ്ങളെ കൊണ്ട് അനിരുദ്ധന്റെ മറ്റൊരു വിവാഹം ബാണന്റെ പുത്രിയായ ഉഷയുമായിട്ടുള്ളത് വർണ്ണിക്കുന്നത്. ഭഗവാൻ മഹാദേവനെ ജയിക്കുന്ന കഥയായതുകൊണ്ടാണ് അത് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മുമ്പ് പല ദേവന്മാരെയും ജയിച്ചു കഴിഞ്ഞു. ബ്രഹ്മാവിനെ മോഹിപ്പിച്ചു, ഇന്ദ്രനെ ജയിച്ചു. ഇന്ദ്രനെ 2 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞു അല്ലേ? നരകാസുരവധത്തിലും മുമ്പ് ഗോവർദ്ധനോദ്ധാരണത്തിലും. അതുപോലെ മറ്റ് ദേവന്മാര് മൃത്യുവിനെ സാന്ദീപനിയുടെ മകനെ കൊണ്ടുവന്നു കൊടുക്കുന്നതിലൂടെയും, അതുപോലെ അഗ്നിയെ പല പ്രാവശ്യം, വരുണനെ ജയിച്ചു. ഇങ്ങനെ ജയിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ മഹാദേവൻ മാത്രം ബാക്കിയുണ്ടായിരുന്നു. ആ മഹാദേവനെയും കൂടി ജയിച്ച് കാണിക്കാനുള്ള ലീലയാണ് ഈ ബാണാസുരനുമായിട്ടുള്ള യുദ്ധം, അനിരുദ്ധന്റെ വിവാഹം. ഇന്നലെ പറഞ്ഞിരുന്നു, ഈ കഥയിലെ അനിരുദ്ധ വിവാഹത്തിനല്ല മുഖ്യത്വം, ഭഗവാന്റെ ഐശ്വര്യം തെളിയിക്കുന്നതാണ് മുഖ്യത്വം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ആ ഉഷ അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ടതും ചിത്രലേഖ ഉഷ കണ്ട സ്വപ്ന പുരുഷനെ വരച്ച് കാണിച്ചു കൊടുത്ത അവസാനം അനിരുദ്ധനിലെത്തിയപ്പോൾ അസൗ ഇവൻ തന്നെ എന്ന് ഉറപ്പിച്ച് പറയുകയും അവനെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ചിത്രലേഖ തൻ്റെ യോഗശക്തി കൊണ്ട് ദ്വാരകാപുരിയിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അനിരുദ്ധനെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന്
ഉഷയുടെ അന്തഃപുരത്തിൽ ഉഷയ്ക്ക് സന്തോഷത്തിനായി കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ അനിരുദ്ധനും ഉഷയും സന്തോഷമായിട്ട് ഭർത്താക്കന്മാരായി തന്നെ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നു. സന്തോഷമായിട്ട് കളിയും ചിരിയുമായിട്ട്. ദാസിമാർക്ക് മാത്രമേ അല്ലെങ്കിൽ സഖിമാർക്ക് മാത്രമേ അറിയുള്ളൂ. പുരുഷന്മാർക്ക് അവിടെ അന്തഃപുരത്തിൽ പ്രവേശനമില്ല. പക്ഷേ പിന്നീട് ഈ ഉഷയുടെ ചില ലക്ഷണങ്ങൾ കണ്ട് ആവരണം ചെയ്യാൻ പറ്റാത്ത ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു, മറച്ചു വെക്കാൻ പറ്റാത്ത ലക്ഷണങ്ങൾ, അപ്പോൾ ഗർഭചിഹ്നങ്ങളൊക്കെ കണ്ട് പുരുഷന്മാർ, കാവൽക്കാരായിട്ടുള്ളവർ, ദൂതന്മാർ രാജാവിനോട്, ബാണരാജാവിനോട് ചെന്ന് കാര്യം പറഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാനുള്ള എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അങ്ങയുടെ മകള് വഴിതെറ്റി നടക്കുന്നുണ്ട്, അങ്ങ് തന്നെ ചെന്നൊന്ന് അന്വേഷിക്കണം, ഞങ്ങൾക്ക് ചെല്ലാൻ അധികാരമില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്താണ് ബാണൻ വലിയൊരു സേനകളുമായിട്ട് നേരെ ഉഷയുടെ അന്തഃപുരത്തിലേക്ക് ചെല്ലുന്നതും താൻ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന, എന്താ പറയുക, ചൂതുകളി അല്ലെങ്കിൽ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഉഷയെയും അനിരുദ്ധനെയും കണ്ടതും ആ അനിരുദ്ധന്റെ സൗന്ദര്യം വർണ്ണിച്ചു. സാക്ഷാൽ കാമദേവന്റെ പുത്രൻ, ഭഗവാന്റെ പൗത്രൻ, ആ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞ സുന്ദരനായിട്ടുള്ള അനിരുദ്ധനെ കണ്ട് ആശ്ചര്യപ്പെട്ടു ബാണാസുരൻ. അപ്പോഴേക്കും ബാണാസുരന്റെ സൈന്യം അനിരുദ്ധനെ വളഞ്ഞപ്പോഴേക്കും അനിരുദ്ധൻ നല്ല പരാക്രമിയായി തൻ്റെ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഒലയ്ക്ക പരിഘം കൊണ്ട് എല്ലാവരെയും അടിച്ചു ഓടിച്ചു. എല്ലാവരും അംഗവൈകല്യങ്ങൾ വന്നവരായി, ചതഞ്ഞരഞ്ഞവരായി രക്ഷപ്പെട്ട് ഓടി. അപ്പോഴാണ് ബാണൻ കോപത്തോടു കൂടി ചെന്ന് അനിരുദ്ധനെ നാഗപാശങ്ങളെ കൊണ്ട് ബന്ധിക്കുന്നത്. ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. ഉഷാദേവി സങ്കടത്തിലുമായി. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം പറഞ്ഞു നിർത്തിയത്. ഇന്ന് ഈ അധ്യായത്തിൽ 63-ാം അധ്യായത്തിൽ അതിൻ്റെ തുടർച്ച നമുക്ക് കാണാം, ഓരോ ശ്ലോകമായിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ദശമസ്കന്ധേ 63-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അപശ്യതാം ചാനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികാ മാസാഃ വ്യതീയുർ അനുശോചതാം. ശ്രീശുക ഉവാച. അപശ്യതാം ചാനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികാ മാസാഃ വ്യതീയുർ അനുശോചതാം. അപ്പോ ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുന്നു. അപശ്യതാം ച അനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികാ മാസാഃ വ്യതീയുഃ അനുശോചതാം. ഇപ്പോ അനിരുദ്ധം അപശ്യതാം, അനിരുദ്ധനെ കാണാത്തവരായ, അനുശോചതാം തദ്ബന്ധൂനാം, അനുശോചിക്കുന്ന, ദുഃഖിക്കുന്ന, തുടർച്ചയായിട്ട് ദുഃഖിക്കുന്നവർ എന്നർത്ഥം. അനുശോചനം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നിരന്തരം ദുഃഖിക്കുന്നവരായിട്ടുള്ള തദ്ബന്ധൂന, തദ്ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പ്രദ്യുമ്നൻ അച്ഛൻ, പ്രദ്യുമ്നന്റെ പത്നിയായിട്ടുള്ള രുക്മവതി, മുത്തശ്ശനായിട്ടുള്ള കൃഷ്ണൻ, ബലരാമൻ, അതുപോലെ രുക്മിണി ദേവി മുത്തശ്ശി, അതുപോലെ മറ്റുള്ള അമ്മമാര്, വസുദേവർ, ദേവകി മുതലായിട്ടുള്ളവർ, രാജാവായിട്ടുള്ള ഉഗ്രസേനൻ അടക്കം. കുറേ ദിവസങ്ങളായി അനിരുദ്ധൻ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. എത്ര കാലം കഴിഞ്ഞു എന്ന് പറയേണ്ടവിടെ. ചത്വാരോ വാർഷികാ മാസാഃ വ്യതീയുഃ. വ്യതീയുഃ എന്ന് പറഞ്ഞാൽ വ്യതിയുഃ, വ്യതിക്രമിച്ചു, കടന്നുപോയി എന്നർത്ഥം. എത്ര? ചത്വാരോ മാസാഹ, 4 മാസങ്ങൾ എന്നാണ്. അവിടെ വാർഷികം എന്ന് പറയുന്നത് മഴക്കാലം എന്നർത്ഥത്തിലാണ്. ഒരു ചാതുർമാസ്യ കാലമാണ് വാർഷിക മാസം.
ഒരു ചാതുർമാസ്യകാലം, ഒരു 4 മഴക്കാല മാസങ്ങൾ കടന്നുപോയി. അപ്പോൾ ഈ ബന്ധുക്കൾ വ്യസനിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ ചാതുർമാസ്യത്തില് എല്ലായിടത്തും മഴയും വെള്ളവും നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നതും കൊണ്ട്, അന്ന് കാലത്ത് പാലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, യാത്രയൊന്നും സുഗമമല്ലാത്തത് കൊണ്ട് അന്വേഷിക്കാനും പ്രയാസം. അപ്പോൾ അനിരുദ്ധന്റെ പൗരുഷത്തില്, ശക്തിയില്, സാമർത്ഥ്യത്തിലൊക്കെ വിശ്വാസമുണ്ട്. എങ്കിലും ഒരു ഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. എവിടെ പോയി ആവോ കുട്ടി എന്നിങ്ങനെ ഓരോരുത്തരും കാണുമ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയം അനിരുദ്ധനാണ്. എവിടെയാണ് അനിരുദ്ധൻ പോയി പെട്ടുകിടക്കണത് എന്ന് മാത്രം ആരും അറിഞ്ഞില്ല. അങ്ങനെ ദുഃഖിതരായി 4 മാസം കഴിച്ചുകൂട്ടി. അപശ്യതാം ചാനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത 4 വാർഷികാ മാസാഹ വ്യതീയുഹു അനുശോചതാം. ഇപ്പൊ നമ്മള് തമാശയായിട്ട് സപ്താഹത്തിലൊക്കെ പറയും, ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നുകൊണ്ട് ആരും അറിഞ്ഞില്ല, അന്വേഷിച്ചില്ല. അപ്പോഴാണ് നാരദ മഹർഷി വന്ന് കളിയായിട്ട് ചോദിച്ചത്, ഇവിടെ എല്ലാവരും ഉണ്ടോ എന്ന്. അപ്പോഴാണ് എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇല്ല. എന്താ കാരണം? അറ്റൻഡൻസ് ഒന്നും എടുക്കാറില്ല. എല്ലാവരും ഉണ്ടോ എന്ന് ദിവസവും വിളിച്ച് ചോദിച്ച് അറ്റൻഡൻസ് മാർക്ക് ചെയ്താലല്ലേ ആരാ മിസ്സിങ് എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത്, ഇന്നടത്ത് ഇന്ന ആളുടെ കാരാഗ്രഹത്തിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും അറിയുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് വ്യസനിച്ചുകൊണ്ട് 4 മാസങ്ങൾ കടന്നുപോയി. ആ സമയത്ത് ഇവരുടെ വിഷമം തീർക്കാനായിക്കൊണ്ട് നാരദ മഹർഷി അവിടേക്ക് എത്തി എന്ന് പറയണം. നാരദാത് തദുപാകർണ്യ വാർത്താം ബദ്ധസ്യ കർമ്മ ച പ്രയയുഹു ശോണിതപുരം വൃഷ്ണയഃ കൃഷ്ണദേവതാഃ. നാരദാത് തദുപാകർണ്യ വാർത്താം ബദ്ധസ്യ കർമ്മ ച പ്രയയുഹു ശോണിതപുരം വൃഷ്ണയഃ കൃഷ്ണദേവതാഃ. നാരദാത് ബദ്ധസ്യ വാർത്താം തത്കർമ്മ ച ഉപാകർണ്യ. നാരദ മഹർഷി എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആളാണ്. ലോകത്തിലുള്ള സകല വർത്തമാനവും അറിയുന്ന ആളാണ്. അന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും ഹെഡാണ് അദ്ദേഹം. BBC എന്നൊക്കെ പറയും പോലെ എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വാർത്തകളെല്ലാം എല്ലാ ലോകങ്ങളിലും പ്രചരിപ്പിക്കുന്ന ഒരു സഹായം അന്ന് കാലത്ത് നാരദ മഹർഷി ചെയ്തിരുന്നു. അപ്പോൾ ടെലിവിഷനും റേഡിയോയും മാധ്യമങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്തും അതിനേക്കാൾ നന്നായിട്ട് നാരദ മഹർഷി ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. നാരദാത് തദുപാകർണ്യ ബദ്ധസ്യ വാർത്താം. ആ ബദ്ധനായി, അപ്പോൾ അനിരുദ്ധൻ ബാണാസുരന്റെ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ബന്ധിക്കുമ്പോൾ വെറുതെ ഇരുന്നുവോ അനിരുദ്ധൻ, അതോ തിരിച്ചടിച്ചുവോ, തന്റെ ശൗര്യം പ്രകടിപ്പിച്ചുവോ, അതിലാണ് തത്കർമ്മച. ആ അനിരുദ്ധന്റെ കർമ്മവുമെല്ലാം നാരദനിൽ നിന്ന് ഉപാകർണ്യ കേട്ടിട്ട് വൃഷ്ണയ, ആ വൃഷ്ണികൾ യാദവന്മാർ ശോണിതപുരം പ്രയയുഹു, ബാണന്റെ പുരമായ ശോണിതപുരത്തിലേക്ക് പ്രയാണം ചെയ്തു. പ്രകർഷേണ യയുഹു, എല്ലാവരും യാത്രയായി. കുറേ പേര്, വലിയൊരു സൈന്യം. 12 അക്ഷൗഹിണി എന്ന് അടുത്ത 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു സൈന്യവുമായിട്ട് തന്നെയാണ് ഭഗവാൻ പോകുന്നത്. വൃഷ്ണയ എന്ന് പറഞ്ഞു. കൃഷ്ണദേവതാഹ. ഈ വൃഷ്ണികൾ ആരുടെ ധൈര്യത്തിലാ പോകുന്ന, ആരുടെ നേതൃത്വത്തിലാ പോകുന്ന, ആരുടെ രക്ഷയിലാ പോകുന്നത് എന്ന് പറയാണ് കൃഷ്ണദേവതാഹ. കാരണം എവിടേക്കാ പോകുന്നത്? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. മഹാശക്തനായിട്ടുള്ള ബാണാസുരന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ ബാണാസുരന് രക്ഷകനായിട്ട് ആരാളുള്ളത്? സാക്ഷാൽ സംഹാര രുദ്രൻ, മഹാദേവനും ഭൂതഗണങ്ങളും. നന്ദിയേശ്വരൻ, ഭൃംഗി,
ചണ്ഡികേശ്വരൻ, സുബ്രഹ്മണ്യസ്വാമി, ഗണേശൻ ഇവരൊക്കെയാണ് ഭൂതഗണങ്ങളായിട്ട് മഹാദേവന്റെ ഒപ്പം ആ ശോണിതപുരം കാക്കുന്നത്. ബാണനും മോശക്കാരനല്ല, ബാണന്റെ മന്ത്രി കുംഭാണ്ഡൻ മോശക്കാരനല്ല, ബാണനൊരു പുത്രനുണ്ട്, അദ്ദേഹം മോശക്കാരനല്ല, എല്ലാവരും ശക്തന്മാരാണ്. ഇത്രയും അപകടം പിടിച്ചതായിട്ടുള്ള ബാണാസുരന്റെ കോട്ടയിലേക്ക്, ശോണിതപുരത്തിലേക്ക് ഈ വൃഷ്ണികൾ പോകാൻ ധൈര്യം കാണിച്ചത് എന്തുകൊണ്ട്? അവർക്ക് കൂടെ കൃഷ്ണനുള്ളത് കൊണ്ട്. ഭദ്രാദ്യാഹ രാമകൃഷ്ണാനുവർത്തിനഃ പ്രദ്യുമ്നോ യുയുധാനശ്ച ഗതഃ സാംബോധസാരണഃ നന്ദ ഉപനന്ദ ഭദ്രാദ്യാഹ രാമകൃഷ്ണാനുവർത്തിനഃ. രാമകൃഷ്ണന്മാരെ അനുവർത്തിക്കുന്നവരായിട്ട്, അനുസരിക്കുന്നവരായിട്ട്, അനുഗമിക്കുന്നവരായിട്ട് ആരൊക്കെ ചെന്നു? പ്രദ്യുമ്നൻ അനിരുദ്ധന്റെ അച്ഛൻ ആണ്. അപ്പോ ഏറ്റവും എന്താ പറയുക, ബാധിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് പ്രദ്യുമ്നൻ ഒന്നാമതായിട്ടുണ്ട്. യുയുധാനഃ, യുയുധാനൻ സാത്യകി, ഭഗവാന്റെ സന്തത സഹചാരിയായിരിക്കുന്ന സാത്യകി എന്ന യാദവ പ്രമുഖൻ. ഗതഃ, ഭഗവാന്റെ അനുജൻ തന്നെ ഒരു ഗതൻ. സാംബഃ, ഭഗവാന്റെ പുത്രൻ, ജാമ്പവതി പുത്രനായിട്ടുള്ള സാമ്പൻ. അതുപോലെ സാരണഃ, സാരണൻ മറ്റൊരു പുത്രനായിരിക്കണം. നന്ദ ഉപനന്ദ ഭദ്രാദ്യാഹ, യാദവന്മാരിൽ പ്രമുഖരായിട്ടുള്ള നന്ദൻ, ഉപനന്ദൻ, ഭദ്രൻ മുതലായിട്ടുള്ളവർ. നമ്മുടെ നന്ദഗോപരല്ല, ഇത് യാദവന്മാരിലുള്ള നന്ദൻ, ഉപനന്ദൻ, ഭദ്രൻ, ഇതൊക്കെ ഭഗവാന്റെ മക്കൾ തന്നെയാവണം. എന്താ പറയുക, അനിരുദ്ധനെ രക്ഷിക്കാൻ സഹോദരന്മാരായിട്ടുള്ളവർ ഒന്നിച്ചിറങ്ങി എന്ന് പറയണം. അവരൊക്കെ രാമകൃഷ്ണന്മാരെ അനുസരിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. അക്ഷൗഹിണീഭിർദ്വാദശഭിഃ സമേതാഃ സർവതോ ദിശം രുരുദുഃ ബാണനഗരം സമന്താത് സാത്വദർശഭാഃ. അക്ഷൗഹിണീഭിഃ ദ്വാദശഭിഃ സമേതാ സർവതോ ദിശം രുരുദുഃ ബാണനഗരം സമന്താത് സാത്വദർശഭാഃ. ദ്വാദശഭിഃ അക്ഷൗഹിണീഭിഃ സമേതാഃ. അക്ഷൗഹിണി എന്ന ഒരു അക്ഷൗഹിണി ഇത്ര സംഖ്യ എന്നുണ്ട്. 2,19,000 സംഖ്യ വരും. കാലാള്, കുതിര, തേര്, ആന മുതലായിട്ടുള്ള സൈന്യങ്ങൾ, ചതുരംഗങ്ങൾ എല്ലാം തികഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ദ്വാദശഭിഃ അക്ഷൗഹിണീഭിഃ. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവന്മാർ 11 അക്ഷൗഹിണികളേ ഉള്ളൂ, പാണ്ഡവന്മാർ 7 അക്ഷൗഹിണികളേ ഉള്ളൂ. എന്നാൽ ജരാസന്ധൻ 23 അക്ഷൗഹിണികളുമായിട്ടാണ് വന്നത്. ഇവിടെ ഇപ്പോൾ ഭഗവാൻ യാദവ സൈന്യം 12 അക്ഷൗഹിണികളായിട്ടാണ് പോകുന്നത്. ദ്വാദശഭിഃ അക്ഷൗഹിണീഭിഃ, ഒരു 25 ലക്ഷം ആൾക്കാർ. സമേതാഹ, ഒന്നിച്ചു കൂടിയവരായിട്ട്, യോജിച്ചവരായിട്ട്, അച്ചടക്കത്തോടു കൂടിയവരായിട്ട്. ആ സാത്വദർശഭാഹ, യാദവ പ്രമുഖന്മാരായിട്ടുള്ളവർ, വീരന്മാരായിട്ടുള്ളവർ. സമന്താത് ബാണനഗരം സർവതോ ദിശം രൂരുദുഹു, അവര് ബാണനഗരം രൂരുദുഹു, ബാണന്റെ നഗരത്തെ രോധിച്ചു. രോധിക്കുക എന്ന് പറഞ്ഞാൽ വളഞ്ഞു, നിരോധിച്ചു. ആർക്കും പുറത്തേക്ക് പോകാനോ അകത്തേക്ക് പോകാനോ പറ്റാത്ത രീതിയിൽ ചുറ്റും വളഞ്ഞു. സർവതോ ദിശം, എല്ലാ ദിക്കുകളിൽ നിന്നും. സമന്താത് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്ത് നിന്നും അർത്ഥം. അപ്പൊ 4 ഭാഗത്ത് നിന്നും, എല്ലാ ദിക്കിലും, എല്ലാ ഭാഗത്തും ആ ബാണനഗരത്തിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ അതിനെ രോധിച്ചു, നിരോധിച്ചു, തടഞ്ഞു എന്നർത്ഥം. രുരോധ. ഭജ്യമാന പുരോദ്യാന പ്രാകാരാട്ടാല ഗോപുരം പ്രേക്ഷ്യമാണോ രുഷാവിഷ്ടഃ തുല്യസൈന്യോഭിനിര്യയൗ. ഭജ്യമാന പുരോദ്യാന പ്രാകാരാട്ടാല ഗോപുരം പ്രേക്ഷ്യമാണോ രുഷാവിഷ്ടഃ തുല്യസൈന്യോഭിനിര്യയൗ. ഇനി വളഞ്ഞത് മാത്രമല്ല, ആക്രമിക്കാനും തുടങ്ങി. കാരണം വെറുതെ വളഞ്ഞ് കാവലിൽ നിന്ന് സമയം കളയാൻ പറ്റില്ലല്ലോ.
തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാള് അകത്ത് കിടക്കുകയാണ്, അതുകൊണ്ട് തങ്ങൾക്ക് അവകാശമുണ്ട് ആക്രമിക്കാൻ. തങ്ങളുടെ ആ ബന്ധുവായ കുട്ടിയെ അതൊന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് അവിടെ പോയി യാചിക്കുകയല്ല, അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാനായിട്ട് തുടങ്ങി. അതാണ് എന്തൊക്കെ ചെയ്തു. ആ പുരം, ഉദ്യാനം, പ്രാകാരം, അട്ടാലം, ഗോപുരം ഒക്കെ ഭജ്യമാനം എന്ന് പറഞ്ഞാൽ ഭഞ്ജിക്കപ്പെടുന്നതായിട്ട്, തകർക്കപ്പെടുന്നതായിട്ട് എന്നർത്ഥം. എന്തൊക്കെ തകർക്കുന്നതായിട്ട് കാണപ്പെട്ടു? പുരം, ആ പുരത്തിലെ കെട്ടിടങ്ങളെല്ലാം തകർക്കുന്നു, ഉദ്യാനങ്ങൾ തകർക്കുന്നു, പ്രാകാരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മതിലുകൾ തകർക്കുന്നു, അട്ടാലങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മാളികകൾ, തട്ടുകൾ, ഉയർന്ന സ്ഥലങ്ങൾ, അതൊക്കെ, അതുപോലെ ഗോപുരങ്ങൾ, ഇതെല്ലാം തകർക്കുകയാണ് ആര്? ഈ സൈന്യം ചെന്നിട്ട്. നമ്മുടെ രാമരാവണ യുദ്ധത്തില് വാനര സൈന്യം ചെന്ന് എങ്ങനെയാണോ ലങ്കയെ ചെന്ന് തകർക്കുന്നത്, അതുപോലെ, അല്ലെങ്കിൽ ഭഗവാൻ ഹനുമാൻ സ്വാമി, ആഞ്ജനേയ സ്വാമി എങ്ങനെയാണോ ലങ്കയെ മുഴുവൻ തകർത്തത്, അതുപോലെ ഇവിടെ ആ യാദവ സൈന്യം ഭഗവാന്റെ പിൻബലത്തിൽ ബാണന്റെ രാജധാനിയെ, ബാണന്റെ പുരത്തെ, കോട്ടയെ തകർക്കാൻ തുടങ്ങി. ഭജ്യമാന പുരോദ്യാന പ്രാകാര അട്ടാല ഗോപുരം പ്രേക്ഷമാണഃ. പ്രേക്ഷമാണഃ ആര്? ബാണഃ. ഇത് കാണുന്നവനായ ബാണൻ. രുഷാവിഷ്ടഃ, രോഷത്താൽ ആവേശിക്കപ്പെട്ടവനായിട്ട്, കോപം വർദ്ധിച്ചവനായിട്ട്, തുല്യ സൈന്യഃ അഭിനിര്യയൗ, സമാനമായിട്ടുള്ളൊരു സൈന്യവുമായിട്ട് എന്നർത്ഥം. എന്നുവെച്ചാൽ ഇവരെ 12 അക്ഷൗഹിണിയാണുള്ളത്. അപ്പൊ അതേപോലെ തന്നെ വലിയൊരു സൈന്യവുമായിട്ട് അഭിനിര്യയൗ, അഭിനിർഗമിച്ചു. വീരനാണ് ബാണാസുരൻ, പേടിയൊന്നുമില്ല. മാത്രമല്ല ഭഗവാൻ മഹാദേവൻ തന്നെ തനിക്ക് രക്ഷകനായി കൂടെയുണ്ട്. അപ്പൊ പിന്നെ എന്തിനു പേടിക്കണം? അതുകൊണ്ട് ധൈര്യസമേതം അഭിനിര്യയൗ, പുറത്തേക്ക് വന്നു, നിർഗമിച്ചു. സൈന്യത്തെ എതിരിടാൻ തന്നെ അദ്ദേഹം ഒരുങ്ങി വന്നു. ബാണാർത്തേ ഭഗവാൻ രുദ്രഃ സസുതൈ പ്രമഥൈർവൃതഃ ആരുഹ്യ നന്ദി വൃഷഭം യുയുധേ രാമകൃഷ്ണയോഃ. ബാണാർത്തേ ഭഗവാൻ രുദ്രഃ സസുതൈ പ്രമഥൈർവൃതഃ ആരുഹ്യ നന്ദി വൃഷഭം യുയുധേ രാമകൃഷ്ണയോഃ. ബാണാർത്തേ ഭഗവാൻ രുദ്രഃ, ബാണനു വേണ്ടി സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ തന്നെ ഇറങ്ങി വന്നു പറയണം. രുദ്രൻ ആരോടുകൂടെ? സസുതൈഹി, തന്റെ സുതന്മാരോടുകൂടെ. ആരാ സുതന്മാര്? ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും. ആ പുത്രന്മാരോടും. പ്രമഥൈഹി വൃതഃ, പ്രമഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങൾ, ഭഗവാന്റെ ഭൂതഗണങ്ങളാട് സേവിക്കപ്പെട്ടവനായിട്ട്, ചുറ്റപ്പെട്ടവനായിട്ട്. നന്ദി വൃഷഭമാരുഹ്യ, നന്ദികേശ്വരൻ എന്ന പേരോടുകൂടിയ ആ ഋഷഭത്തിന്റെ മുകളിൽ കയറിയിട്ട്, നന്ദികേശ്വരനാകുന്ന കാളപ്പുറത്തിരുന്നു കൊണ്ട് രാമകൃഷ്ണയോഹോ യുയുധേ, രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്തു. അപ്പൊ ആർക്കു വേണ്ടി? ബാണാർത്ഥേ, ബാണന് വേണ്ടി സാക്ഷാൽ മഹാദേവൻ തന്റെ മക്കളോടും ഭൂതഗണങ്ങളോടും കൂടി നന്ദിവാഹനനായിട്ട് വന്ന് രാമകൃഷ്ണന്മാരെ എതിരിട്ടു, യുദ്ധം ചെയ്തു. ആസീത് സുതുമുലം യുദ്ധം അദ്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുമ്ന ഗുഹയോരപി. ആസീത് സുതുമുലം യുദ്ധം അത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുമ്ന ഗുഹയോരപി. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, അങ്ങക്ക് യുദ്ധമൊക്കെ വലിയ ഇഷ്ടമാണല്ലോ അല്ലേ? ക്ഷത്രിയന്മാരായാൽ യുദ്ധം എന്ന് കേൾക്കുമ്പോഴേക്കും കൈത്തരിക്കും, ആവേശം വരും, രോമാഞ്ചം ഉണ്ടാകും അല്ലേ? ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ശാപ്പാട്ട് രാമന്മാർക്ക് നല്ല സദ്യ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ വായിൽ വെള്ളം വരുന്നത് പോലെയാണ് വീരന്മാർക്ക് യുദ്ധത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ. അപ്പോ ഹേ രാജൻ, കൃഷ്ണശങ്കരയോഹോ പ്രദ്യുമ്ന ഗുഹയോഹോ അപ്പി
സുതുമുലം അദ്ഭുതം രോമഹർഷണം യുദ്ധം ആസീത്. ആരാര് തമ്മിൽ എന്ന് പറയണം? കൃഷ്ണ ശങ്കരയോഹോ. ഒരു വശത്ത് കൃഷ്ണനും എതിരാളിയായി ശങ്കരനും. അപ്പോ മഹാദേവനും ഭഗവാനും തമ്മിൽ യുദ്ധം. പ്രദ്യുമ്ന ഗുഹയോഹോ. ഗുഹൻ എന്നാൽ സുബ്രഹ്മണ്യസ്വാമി. അപ്പോ അനിരുദ്ധന്റെ അച്ഛനായ ശക്തനായ കാമദേവനായ പ്രദ്യുമ്നൻ ഗുഹനെ എതിരിടുകയാണ്, സുബ്രഹ്മണ്യസ്വാമിയെ എതിരിടുകയാണ്. അങ്ങനെ അവർ തമ്മിലും സുതുമുലം അതിഭയങ്കരമായിട്ടുള്ള അദ്ഭുതം, ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന രോമഹർഷണം, രോമാഞ്ചം ജനിപ്പിക്കുന്നതായിട്ടുള്ള യുദ്ധമാസീത്. അതിഗംഭീരമായ യുദ്ധം ഭവിച്ചു. അപ്പോൾ ആദ്യത്തെ രണ്ട് പേയേഴ്സിനെ സൂചിപ്പിച്ചു, തമ്മിൽ കൃഷ്ണനും ശങ്കരനും പ്രദ്യുമ്നനും ഗുഹനും. ഇനി ആരൊക്കെ തമ്മിൽ എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കുംഭാണ്ഡ കൂപകർണാഭ്യാം ബലേന സഹ സംയുഗഃ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേഃ. കുംഭാണ്ഡ കൂപകർണാഭ്യാം ബലേന സഹ സംയുഗഃ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേഃ. കുംഭാണ്ഡ കൂപകർണാഭ്യ, രണ്ടുപേര്, കുംഭാണ്ഡനും കൂപകർണനും, ഇവർ രണ്ടുപേരോടും ബലേന സഹ സംയുഗഃ. ബലരാമസ്വാമി രണ്ട് പ്രമുഖരെ നേരിട്ടു. ബലരാമസ്വാമി ആരാ മോൻ അല്ലേ? സാക്ഷാൽ ആദിശേഷൻ. ഈ ലോകങ്ങളെ മുഴുവൻ ഒരു കടുകുമണി പോലെ തന്റെ ശിരസിൽ ധരിക്കുന്ന ബലവാൻ തന്നെ. അതുകൊണ്ട് ബലൻ തന്നെ അദ്ദേഹത്തിന്റെ പേരും. അപ്പൊ ബലേന സഹ, ബലവാനായ ബലരാമസ്വാമി കുംഭാണ്ഡനും കൂപകർണനും രണ്ടുപേരോട് യുദ്ധം ചെയ്തു. സംയുഗഃ സാംബസ്യ ബാണപുത്രേണ. ജാമ്പവതി പുത്രനായ സാമ്പൻ ബാണന്റെ പുത്രനോട്, നമ്മുടെ ഉഷയുടെ സഹോദരനോട്, പേരിവിടെ പറഞ്ഞില്ല, എന്തായാലും ഉഷയ്ക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരനോട് സാമ്പൻ യുദ്ധം ചെയ്തു. അതുപോലെ സാത്യകേഹ ബാണേന സഹ, ബാണാസുരൻ യുദ്ധം ചെയ്തത് സാത്യകിയോടാണ്. യാദവ പ്രമുഖനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തത സഹചാരിയായി, ബോഡിഗാർഡായി, മഹാശക്തനായ വിദഗ്ധനായ അതിരഥൻ എന്നറിയപ്പെടുന്ന സാത്യകിയുമായിട്ടാണ് ബാണാസുരന്റെ യുദ്ധം. അപ്പൊ ഇങ്ങനെ അവർ തമ്മിൽ ഒത്ത എതിരാളികളെ തെരഞ്ഞെടുത്തു എന്നർത്ഥം. സമന്മാർ തമ്മിലാണ് ഇവിടെ യുദ്ധം എന്ന് താല്പര്യം. യോഗ്യതയുള്ളവർ തമ്മിലാണ് യുദ്ധം. ബ്രഹ്മാദയസുരാദീശാഃ മുനയഃ സിദ്ധചാരണാഃ ഗന്ധർവാപ്സരസോ യക്ഷാഃ വിമാനൈർദ്രഷ്ടുമാഗമൻ. ബ്രഹ്മാദയസുരാദീശാഃ മുനയഃ സിദ്ധചാരണാഃ ഗന്ധർവാപ്സരസോ യക്ഷാഃ വിമാനൈർദ്രഷ്ടുമാഗമൻ. ഇപ്പോ ഗംഭീര യുദ്ധമാണ്. ആരാ? മഹാദേവനും മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണനുമായിട്ട്, ഭഗവാൻ മഹാദേവന്റെ ഭൂതഗണങ്ങളും യാദവ സൈന്യവുമായിട്ട്. അപ്പോൾ ചെറിയ യുദ്ധമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് മറ്റ് ദേവന്മാര്, ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ഇതറിഞ്ഞ് ചകിതരായിക്കൊണ്ട് ആകാംക്ഷയോടുകൂടി എന്താ സംഭവിക്കണത് എന്ന് കാണാനായിക്കൊണ്ട് ആകാശത്തിൽ വന്നു, വിമാനങ്ങളിൽ വന്നു. അതാണ് ബ്രഹ്മാദയഃ സുരാദീശാഃ, ദേവന്മാരിൽ അധീശന്മാരായ ബ്രഹ്മാദികൾ, ഇന്ദ്രൻ മുതലായവരും, മുനയഃ മുനികളും, സിദ്ധചാരണാഃ സിദ്ധന്മാരും ചാരണന്മാരും, ഗന്ധർവ അപ്സരസഃ ഗന്ധർവന്മാരും അപ്സരസ്സുകളും, യക്ഷാഃ യക്ഷന്മാരും. അപ്പൊ ദേവവർഗത്തിൽപ്പെട്ടവരെല്ലാവരും തന്നെ വിമാനൈഹി അവരവരുടെ വാഹനങ്ങളിൽ, വിമാനങ്ങളിൽ, ദ്രഷ്ടും ആഗമന് ദർശിക്കുവാനായി ആഗമിച്ചു. ഈ ഘോരയുദ്ധം കാണാനായിക്കൊണ്ട് ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. അല്ലേ, രാമായണത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയും ആകാശമാർഗത്തിൽ വിമാനങ്ങൾ നിറഞ്ഞു എന്ന്. അപ്പൊ അങ്ങനെ എല്ലാവരും വന്ന് മുകളിൽ വന്ന് നിറഞ്ഞു, ദേവന്മാര് ബ്രഹ്മാദികളൊക്കെ.
ഇനി യുദ്ധം വർണ്ണിക്കുന്നു. ശങ്കരാനുചരാൻ ശൗരിഹി ഭൂതപ്രമദഗുഹ്യകാൻ ഡാകിനീര്യാദുധാനാംശ്ച വേതാളാൻ സവിനായകാൻ പ്രേതമാതൃപിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീക്ഷ്ണാഗ്രൈഃ ശരൈഃ ശാർംഗധനുശ്ച്യുതൈഃ. ശങ്കരാനുചരാൻ ശൗരിഃ ഭൂതപ്രമദഗുഹ്യകാൻ ഡാകിനീര്യാദുധാനാംശ്ച വേതാളാൻ സവിനായകാൻ പ്രേതമാതൃപിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീക്ഷ്ണാഗ്രൈഃ ശരൈഃ ശാർംഗധനുശ്ച്യുതൈഃ. ഭഗവാൻ ശൗരിഹി എന്നുള്ള ശൗരി എന്ന് ഉദ്ദേശിച്ചത് ഭഗവാൻ കൃഷ്ണനെ തന്നെ. കാരണം ശൂരസേനന്റെ മക്കളും പൗത്രന്മാരും ഒക്കെ ശൗരികൾ തന്നെയാണ്. എങ്കിലും ഇവിടെ ഉദ്ദേശിച്ചത് ഭഗവാൻ കൃഷ്ണൻ. എന്തുകൊണ്ട്? ശാർംഗധനുസിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരുടെ ധനുസ്സാണോ ശാർംഗം, ആ ശൗരിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭൂതപ്രമദ നായകന്മാരെയൊക്കെ ഓടിപ്പിക്കുന്നത്. അതാണ് ശൗരിഹി. ശ്രീകൃഷ്ണൻ തീക്ഷ്ണാഗ്രൈഃ ശാർംഗധനുശ്ച്യുതൈഃ ശരൈഃ. തീക്ഷ്ണങ്ങളായ മൂർച്ചയേറിയ അഗ്രങ്ങളുള്ളതായിട്ടുള്ള ശാർംഗധനുശ്ച്യുതൈഃ, ശാർംഗം എന്ന വില്ലിൽ നിന്ന് പുറപ്പെട്ടത്, ചെവിച്ചത്, ചുതി സംഭവിച്ചത്, വിട്ടുപോയത് എന്നർത്ഥം. അപ്പൊ ശാർംഗധനുസ്സിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതായിട്ടുള്ള ശരങ്ങളെ കൊണ്ട് ശങ്കര അനുചരാൻ ദ്രാവയാമാസ, ശങ്കരന്റെ അനുചരന്മാരെ, ഭഗവാൻ മഹാദേവന്റെ അനുചരന്മാരായ ഭൂതപ്രേത പിശാചുക്കളെ, പ്രമദനാഥന്മാരെയൊക്കെ ഓടിച്ചു എന്നാണ് ദ്രാവയാമാസ. അപ്പൊ ആരൊക്കെയാണ് ആ ശങ്കരാനുചരന്മാര് എന്ന് മുകളിൽ എണ്ണി എണ്ണി പറഞ്ഞു. ശങ്കരാനുചരന്മാരാരൊക്കെയാണ്? ഭൂത പ്രമഥ ഗുഹ്യകാൻ ഡാകിനീര്യാദുദാനാംശ്ച വേതാളാൻ സവിനായകാൻ പ്രേത മാതൃ പിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ. ഏകദേശം ഒരു 10-12 പേരുകൾ പറഞ്ഞു അല്ലേ? ഭൂത പ്രമഥ ഗുഹ്യകാൻ ഡാകിനി യാദുദാനാംശ്ച വേതാളാൻ സവിനായകാൻ പ്രേത മാതൃ പിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ. ഇതൊക്കെ ഓരോരോ ഭൂതഗണങ്ങളുടെ വിഭാഗങ്ങളാണ്. ഭൂതങ്ങൾ, പ്രമഥന്മാർ, ഗുഹ്യകന്മാർ, ഡാകിനികൾ, യാദുദാനന്മാർ, വേതാളങ്ങൾ, വിനായകന്മാർ. വിനായകന്മാരെന്ന് പറഞ്ഞാലും ഇവിടെ ഗണപതി എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ഭൂതഗണങ്ങളുടെ കൂട്ടം തന്നെയുണ്ട് വിനായകന്മാർ. പ്രേതങ്ങൾ, മാതൃക്കൾ, പിശാചുക്കൾ, കൂഷ്മാണ്ഡന്മാർ, ബ്രഹ്മരാക്ഷസന്മാർ. ഇതൊക്കെ ശിവഭൂതഗണങ്ങളുടെ വിവിധ വെറൈറ്റികളാണ്, ഭേദങ്ങളാണ്. ഇവരെ ഇങ്ങനെയുള്ള ശങ്കരാനുചരാൻ ശൗരിഹി തീക്ഷ്ണാഗ്രൈഃ ശാർംഗധനുശ്ച്യുതൈഃ ശരൈഃ ദ്രാവയാമാസ. എല്ലാവരെയും ദ്രവിപ്പിച്ചു. ദ്രവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എന്നർത്ഥം. എല്ലാവരും പേടിച്ചോടിപ്പോയി. നിക്കക്കള്ളിയില്ലാതെ അസ്ത്രങ്ങളേറ്റ് മുറിഞ്ഞ് എല്ലാവരും ഓടിപ്പോയി. പൃഥഗ്വിധാനി പ്രായുങ്ക്ത പിനാകി അസ്ത്രാണി ശാർംഗിണേ പ്രത്യസ്ത്രൈ ശമയാമാസ ശാർംഗപാണിർ അവിസ്മിതഃ. പൃഥഗ്വിധാനി പ്രായുങ്ക്ത പിനാകി അസ്ത്രാണി ശാർംഗിണേ പ്രത്യസ്ത്രൈ ശമയാമാസ ശാർംഗപാണിർ അവിസ്മിതഃ. ഇപ്പൊ മഹാദേവനെ ഇവിടെ പിനാകി എന്ന് വിളിച്ചു. പിനാകം എന്നുള്ളത് മഹാദേവന്റെ കയ്യിലുള്ള വില്ലാണ്. അപ്പോ പിനാകം എന്ന് വില്ല് ധരിച്ചവനായ മഹാദേവൻ ശാർംഗിണി, ശാർംഗിയായ ശ്രീകൃഷ്ണന്റെ നേർക്ക് പൃഥഗ്വിധാനി അസ്ത്രാണി പ്രായുങ്ക്ത, പൃഥഗ്വിധങ്ങൾ, വെവ്വേറെ വിവിധങ്ങളായിരിക്കുന്ന വെറൈറ്റികളായിരിക്കുന്ന അസ്ത്രങ്ങളെ പ്രായുങ്ക്ത പ്രയോഗിച്ചു. ശാർംഗപാണിഹി അവിസ്മിതഃ പ്രത്യസ്ത്രൈഃ ശമയാമാസ.
എന്നാൽ സാംഗപാണിയായ കൃഷ്ണനാകട്ടെ അവിസ്മിത, യാതൊരു പരിഭ്രമവും വിസ്മയവുമില്ലാതെ, ഒരാശ്ചര്യവും കൂടാതെ പ്രത്യസ്ത്രൈ, കൂളായിട്ട് തന്റെ പ്രത്യസ്ത്രങ്ങളെ കൊണ്ട്, മറുപടി അസ്ത്രങ്ങളെ കൊണ്ട് ശമയാമാസ, ആ പിനാകി പ്രയോഗിച്ച അസ്ത്രങ്ങളെയെല്ലാം ശാർങ്കി ശമിപ്പിച്ചു. എന്ന് വെച്ചാൽ ഏതിന് ഏത് പ്രത്യസ്ത്രം എന്ന് നല്ലോണം അറിയാമാർക്ക് ഭഗവാന് ശാർങ്കിക്ക്. അപ്പൊ അത് കൃത്യമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് മടങ്ങിപ്പോക്കോളും അല്ലേ. ഇന്നിപ്പോ യുദ്ധങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇത് തന്നെയാ നടക്കുന്നത്. ഏത് മിസൈൽ വിട്ടാൽ അതിന് എന്താണ് പ്രതിരോധിക്കാനുള്ള മാർഗം അല്ലേ? ഏത് ഡ്രോണുകളെ എങ്ങനെ പ്രതിരോധിക്കണം, ഏത് വിമാനങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കണം, ഇതൊക്കെ പരസ്പരം പ്രതിരോധിക്കലാണ്. അപ്പോൾ പണ്ടും ഇതൊക്കെ നടന്നിരുന്നു പറയാം. അതാത് പ്രത്യസ്ത്രങ്ങളെ കൊണ്ട് ശമിപ്പിച്ചു. ശാർംഗപാണി അവിസ്മിത. അപ്പൊ ഇനി ഏതേത് അസ്ത്രങ്ങൾക്ക് ഏതേത് പ്രത്യസ്ത്രമായി ഭഗവാൻ പ്രയോഗിച്ചു എന്ന് തുടർന്ന് പറയണം. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. മഹാദേവൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും തിരിച്ച് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രത്തെ നേരിടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ബ്രഹ്മാസ്ത്രം തന്നെ. അപ്പോൾ പ്രതിയസ്ത്രമായിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രണ്ടിനെയും ഉപസംഹരിച്ചിട്ടുണ്ടാവും മന്ത്രം കൊണ്ട്. ഇതറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ പാർവതം. മഹാദേവൻ വായവ്യാസ്ത്രം, കൊടുങ്കാറ്റ് പോലെയുള്ള അസ്ത്രത്തെ പ്രയോഗിച്ചു. ആ കാറ്റ് പോലെ, ഭയങ്കരമായ കൊടുങ്കാറ്റ് പോലെ വന്ന ആ അസ്ത്രത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പർവ്വതാസ്ത്രം കൊണ്ട് പാർവതം എന്നൊന്നു. അപ്പൊ പർവ്വതം പോലെ നിശ്ചലമായി ഈ കാറ്റിനെ തടയുന്ന കോട്ട പോലെ ഉള്ള അസ്ത്രത്തെ പ്രയോഗിച്ചു. അപ്പൊ കാറ്റ് ആരെയും ബാധിക്കാതെ ഈ പർവ്വതത്തിൽ തട്ടി തെറിച്ചു പോകും പോലെ പാർവതാസ്ത്രത്താൽ ശമിപ്പിക്കപ്പെട്ടു വായവ്യാസ്ത്രം. അതുപോലെ ആഗ്നേയസ്യ ച പാർജന്യം, ആഗ്നേയാസ്ത്രം, അഗ്നിജ്വാലകൾ വന്ന് വർഷിക്കുന്ന രീതിയിലുള്ള ആഗ്നേയാസ്ത്രത്തെ മഹാദേവൻ പ്രയോഗിച്ചു. ഭഗവാനോ തിരിച്ച് പാർജന്യം, പാർജന്യം എന്ന് പറഞ്ഞാൽ പർജന്യം എന്ന് പറഞ്ഞാൽ മഴയാണ്, മേഘമാണ്. അപ്പൊ മേഘവും മഴയും വർഷിക്കുന്ന, വെള്ളം ചൊരിയുന്ന അല്ലേ, മഴ പെയ്യുന്നതായിട്ടുള്ള അസ്ത്രത്തെ ഭഗവാനും പ്രയോഗിച്ചു. അഗ്നിയെ കെടുത്തി ശമിപ്പിച്ചു എന്നർത്ഥം. അതാണ് ആഗ്നേയസ്യ ച പാർജന്യം. നൈജം പാശുപതസ്യ ച. പാശുപതം സ്വയം പശുപതിയുടെ അസ്ത്രമാണ്. ശിവന്റെ അസ്ത്രം തന്നെയാണ് പാശുപതാസ്ത്രം. അപ്പൊ തന്റെ തേജസ്സിനെ മഹാദേവൻ പാശുപതാസ്ത്രത്തിലൂടെ വിക്ഷേപിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണ ഭഗവാൻ നൈജം എന്ന് പറഞ്ഞാൽ നിജം എന്ന് പറഞ്ഞാൽ തന്റേത്. അപ്പൊ തന്റെ വൈഷ്ണവം എന്നുള്ള അർത്ഥത്തിലാണ് നൈജം എന്ന് പ്രയോഗിച്ചത്. വൈഷ്ണവാസ്ത്രത്തെ ഭഗവാനും പ്രയോഗിച്ചു. വൈഷ്ണവാസ്ത്രം കൊണ്ട് പാശുപതാസ്ത്രത്തെ ശമിപ്പിച്ചു. വൈഷ്ണവാസ്ത്രത്തിന്റെ മുമ്പിൽ, വൈഷ്ണവ തേജസ്സിന്റെ മുമ്പിൽ പാശുപതാസ്ത്രം ശമിച്ചു എന്ന് താല്പര്യം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മോഹയിത്വാ തു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പ്രതലാം ശൗരിഃ ജഗാന അസിഗദേഷുഭിഃ. മോഹയിത്വാ തു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പ്രതലാം ശൗരിഃ ജഗാന അസിഗദേഷുഭിഃ. അപ്പൊ ഇവിടെ മോഹയിത്വാതു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം. ഭഗവാൻ ശൗരി എന്ത് ചെയ്തു? ഗിരിശം മോഹയിത്വാ, ഗിരിശനെ മഹാദേവനെ മോഹിപ്പിച്ചു. എന്തുകൊണ്ട്? ജൃംഭണാസ്ത്രേണ. ജൃംഭണാസ്ത്രം എന്ന് പറഞ്ഞാൽ ജൃംഭിക്കുക എന്ന് പറഞ്ഞാൽ കോട്ടുവായിടുക. അപ്പൊ കോട്ടുവായിടുക എന്ന് പറഞ്ഞാൽ ഉറക്കം വരിക,
മോഹാലസ്യം വരിക എന്നൊക്കെ അർത്ഥം. മോഹിപ്പിക്കുക, എന്താ പറയുക, ഒരു ജഡനെ പോലെ ചേഷ്ടകളൊന്നും ഇല്ലാതെയാക്കുക. ചിന്തിക്കാൻ പോലും കഴിവില്ലാതെ ശരീരമെല്ലാം മരവിച്ചതുപോലെ ഒരു ജഡനെ പോലെ ആവുമാര് മഹാദേവൻ. അതിലുള്ള അസ്ത്രമാണ് ജൃംഭണാസ്ത്രം. അപ്പൊ ജൃംഭണാസ്ത്രം കൊണ്ട് ജൃംഭിതം ഗിരിശം മോഹയിത്വ, ജൃംഭിക്കപ്പെട്ടവനായ ആ ഒരു എന്താ പറയുക വല്ലാത്ത ജഡാവസ്ഥയെ, മോഹാവസ്ഥയെ പ്രാപിച്ചവനായിട്ടുള്ള ഗിരിശനെ മോഹിപ്പിച്ച് ഭഗവാൻ പിന്നെന്ത് ചെയ്തു? ബാണസ്യ പ്രതനാം ശൗരിഹി ജഗാന, ബാണന്റെ പ്രതനയെ, പ്രതന സൈന്യം തന്നെ, പ്രതന, ചമു, അനീകിനി എന്നൊക്കെ പറയുന്നത് സൈന്യത്തിന്റെ പര്യായങ്ങൾ തന്നെ. അപ്പൊ ബാണന്റെ സൈന്യത്തെ ശൗരി ഭഗവാൻ ജഗാന ഹനിച്ചു. എങ്ങനെ? അസി ഗദ ഇഷുബിഹി, അസി വാളുകൊണ്ട്, ഗദ കൊണ്ട്, ഇഷുബിഹി അസ്ത്രങ്ങളെ കൊണ്ടും. അപ്പൊ ഏതേതായുധങ്ങൾ ആരോടൊക്കെ പ്രയോഗിക്കണോ, സമീപത്താരെങ്കിലും വന്നാൽ അവരെ ഗദ കൊണ്ടോ അസി കൊണ്ടോ പ്രഹരിക്കുന്നു. ദൂരെ നിൽക്കുന്നവരെ ഇഷുക്കളെ കൊണ്ട് പ്രയോഗിക്കുന്നു, അസ്ത്രങ്ങളെ കൊണ്ട് പ്രയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാതരം ആയുധങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ബാണന്റെ സൈന്യത്തെ ഭഗവാൻ ഹനിച്ചുകൊണ്ടിരുന്നു, ശമിപ്പിച്ചുകൊണ്ടിരുന്നു. സ്കന്ദഃ പ്രദ്യുമ്ന ബാണൗകൈഃ അർദ്യമാനഃ സമന്തതഃ അസൃഗ്വിമുഞ്ചൻ ഗാത്രേഭ്യഃ ശിഖിനാഭാക്രമദ രണാത്. സ്കന്ദഃ പ്രദ്യുമ്ന ബാണൗകൈഃ അർദ്യമാനഃ സമന്തതഃ അസൃഗ്വിമുഞ്ചൻ ഗാത്രേഭ്യഃ ശിഖിനാഭാക്രമദ രണാത്. സ്കന്ദഃ സുബ്രഹ്മണ്യസ്വാമി, പ്രദ്യുമ്ന ബാണൗകൈഃ അർദ്യമാനഃ, പ്രദ്യുമ്നന്റെ ബാണങ്ങളെ കൊണ്ട് അർദ്യമാനനായിട്ട്, മർദ്ദിക്കപ്പെട്ടിട്ട്, പീഡിതനായിട്ട് എന്നർത്ഥം. ഇവിടെ സമന്തത, 4 ഭാഗത്ത്. അപ്പൊ സ്കന്ദന്റെ 4 ഭാഗത്തും പ്രദ്യുമ്നൻ ബാണം പ്രയോഗിച്ച് വല്ലാതെ പരവശനാക്കി പീഡിപ്പിച്ചു. അങ്ങനെ ഗാത്രേഭ്യഃ അസൃഗ്വിമുഞ്ചന്, ശരീര അവയവങ്ങളിൽ നിന്നെല്ലാം രക്തത്തെ മോചിപ്പിച്ചുകൊണ്ട്. അപ്പോ സ്കന്ദന്റെ ശരീരത്തിലൊക്കെ മുറിവേറ്റ് രക്തം പ്രവഹിക്കുന്നു. അങ്ങനെ രക്തത്തെ മോചിപ്പിക്കുന്നവനായിട്ട് രണാത് അപാക്രമത്, അപാക്രമത് രണാത്, രണത്തിൽ നിന്ന് അപാക്രമിച്ചു, പുറത്തേക്ക് പോയി, ഓടിപ്പോയി. എങ്ങനെ? ശിഖിന എന്ന് പറയുന്നത്. ശിഖി എന്ന് പറഞ്ഞാല് നമ്മുടെ വാഹനം മയിൽ. മയിൽ വാഹനനാണല്ലോ സുബ്രഹ്മണ്യസ്വാമി. അവന് ശിഖയുണ്ട്. ആർക്ക്? മയിലിന് തലയിൽ ശിഖയുള്ളത് കൊണ്ട് ശിഖി എന്ന് വിളിക്കുന്നു. അപ്പൊ ശിഖിന, ശിഖിയോടുകൂടെ മയിലിന്റെ പുറത്ത് കയറിയിട്ട് സുബ്രഹ്മണ്യസ്വാമി രണാത് അപാക്രമത്, യുദ്ധരംഗത്ത് നിന്ന് വിട്ടുനിന്നു, ദൂരേക്ക് ഓടിപ്പോയി, തൽക്കാലം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എന്താ പറയുക, പ്രദ്യുമ്നൻ കുമാരനായ സുബ്രഹ്മണ്യസ്വാമിയെ തോൽപ്പിച്ചു. അല്ലേ? കുമാരനാണ്, ബ്രഹ്മചര്യത്തിന്റെ പ്രതീകമാണ്. അല്ലേ? പ്രദ്യുമ്നനോ കാമദേവനാണ്. ഇപ്പൊ കാമദേവൻ കുമാരനെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ട്, അല്ലേ? രഹസ്യങ്ങളുണ്ട്. നമുക്ക് പിന്നെ നോക്കാം. കുംഭാണ്ഡഃ കൂപകർണശ്ച പേതദുർമുസലാർദിതൗ ദുദ്രൂസ്തദനീകാനി ഹതനാഥാനി സർവതഃ. കുംഭാണ്ഡഃ കൂപകർണശ്ച പേതദുർമുസലാർദിതൗ ദുദ്രുവുസ്തദനീകാനി ഹതനാഥാനി സർവതഃ. ബലരാമസ്വാമിയോട് യുദ്ധം ചെയ്തവരാണ് കുംഭാണ്ഡനും കൂപകർണനും. ആ 2 പേരും മുസലാർദിതൗ പേതദുഹു, ബലരാമസ്വാമിയുടെ ഒലയ്ക്ക കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവരായിട്ട്, അടിക്കപ്പെട്ടായിട്ട് പേതദുഹു, 2 പേര് പതിച്ചത് കൊണ്ട്, അല്ലെ? പേതുഹു ഏകവചനം, അല്ല പപാത ഏകവചനം, പേതദു ദ്വിവചനം, പേതുഹു ബഹുവചനമാണ്. ഇവിടെ പേതദു ആരൊക്കെ? കുംഭാണ്ഡ കൂപകർണശ്ച പേതദുഹു. ആ 2 പേരും ഒലക്കയുടെ അടിയേറ്റ് പതിച്ചു.
ദുദ്രുവുഹു തദനീകാനി ഹതനാഥാനി സർവതഃ. അപ്പോ അവരുടെ സൈന്യം, കൂടെ ഉണ്ടായിരുന്ന സൈന്യം, കുംഭാണ്ഡന്റെയും ഗോപകർണന്റെയും കൂടെ ഉണ്ടായിരുന്ന സൈന്യം, ഹതനാഥാനി തദനീകാനി, നാഥൻ ഹനിക്കപ്പെട്ടതോടുകൂടെ അവരുടെ സൈന്യങ്ങൾ, അനീകങ്ങൾ, സർവതഃ ദുദ്രുവുഹു, എല്ലാ ഭാഗത്തേക്കും ദ്രവിച്ചു, എല്ലാ ഭാഗത്തേക്കും പാഞ്ഞു എന്നർത്ഥം. ദിക്കുകളിലേക്ക് നാഥനില്ലാത്തത് കൊണ്ട് അവർക്ക് ആജ്ഞകൾ കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, തന്ത്രങ്ങൾ മറന്ന് പരാജിതരായി ഭയപ്പെട്ട് പ്രാണനും കൊണ്ട് ഓടി ഈ സൈന്യങ്ങളെല്ലാം. കുംഭാണ്ഡകൂപകർണശ്ച പേതതുർമുസലാർദിതൗ ദുദ്രുവുസ്തദനീകാനി ഹതനാഥാനി സർവതഃ. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോऽത്യമർഷണഃ കൃഷ്ണമഭ്യദ്രവത് സംഖ്യേ രതീഹി ത്വൈവ സാത്യകിം. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോऽത്യമർഷണഃ കൃഷ്ണമഭ്യദ്രവത് സംഖ്യേ രതീഹി ത്വൈവ സാത്യകീ. ബാണൻ സാത്യകിയുമായിട്ടായിരുന്നു യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെപ്പോ ഭഗവാൻ കൃഷ്ണൻ മഹാദേവനെ മോഹാത്സ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ആള് ഫ്രീ ആയപ്പോൾ എന്തായി, എല്ലാ സൈന്യങ്ങളെയും നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ സൈന്യങ്ങളെ നശിപ്പിക്കുന്നത് കണ്ടിട്ട് ബാണന് സഹിച്ചില്ല. അദ്ദേഹം സാത്വികിയെ വിട്ട് ഭഗവാന്റെ നേരെ യുദ്ധത്തിന് വന്നു എന്ന് പറയുന്നതാണ്. സ്വബലം വിശീര്യമാണം ദൃഷ്ട്വാ, തന്റെ സൈന്യം വിശേഷേണ ശീര്യമാണ്, തകർക്കപ്പെടുന്നത്, നശിപ്പിക്കപ്പെടുന്നത്, അല്ലെ, പൊടിയാക്കപ്പെടുന്നതായിട്ട്, ജീർണമാക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട് ദൃഷ്ട്വാ ബാണഃ അത്യമർഷണഃ, ബാണൻ അതിക്രുദ്ധനായി എന്നർത്ഥം. അമർഷം നല്ലതുപോലെ ഉള്ളവനായിട്ട് അത് സഹിക്കാതെ സാത്യകിം ഹിത്വ, താൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സാത്വികയെ ഉപേക്ഷിച്ചിട്ട് രഥീ സംഖ്യേ കൃഷ്ണം അഭ്യദ്രവത്, രഥത്തിലിരുന്നു കൊണ്ട് യുദ്ധത്തിൽ, സംഖ്യേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ, കൃഷ്ണം അഭ്യദ്രവത്, കൃഷ്ണന്റെ നേരെ പാഞ്ഞു വന്നു. കൃഷ്ണനാണ് ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തടയേണ്ടതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കൃഷ്ണനെ തനിക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ സാത്വികയെ വിട്ടിട്ട് കൃഷ്ണന്റെ നേരെ രഥത്തിൽ പാഞ്ഞു വന്നു. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമർഷണഃ കൃഷ്ണമഭ്യദ്രവത് സംഖ്യേ രതീഹി ത്വൈവ സാത്യകിം. ധനൂംശ്യാകൃഷ്യ യുഗപത് ബാണഃ പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ സരൗ ദ്വൗ ദ്വൗ സന്തതേ രണദുർമദഃ. ധനൂംഷി ആകൃഷ്യ യുഗപത് ബാണഃ പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ സരൗ ദ്വൗ ദ്വൗ സന്തതേ രണദുർമദഃ. അപ്പൊ ബാണന് എത്ര കൈകളുണ്ട്? 1000 കൈകളുണ്ട്. അപ്പൊ എത്ര വില്ലുകൊണ്ട് അസ്ത്രങ്ങൾ പ്രയോഗിക്കാം? 1000 പറ്റില്ല. കാരണം എല്ലാ കയ്യിലും വില്ല് പിടിച്ചാൽ അമ്പ് ആര് പിടിക്കും, അല്ലേ? അപ്പോ 500 കൈകൾ വില്ല് പിടിക്കാനും 500 കൈകൾ അമ്പ് തൊടുക്കാനും. അതാണ് ഇവിടെ പറയുന്നത്. ധനൂംഷി ആകൃഷ്യ യുഗപത് ബാണഃ പഞ്ചശതാനി വൈ, പഞ്ചശതങ്ങൾ ധനൂംഷി, 500 വില്ലുകൾ, യുഗപത് ആകൃഷ്യ, ഒരേ സമയം, സിമുൾട്ടേനിയസ് എന്നാണ് യുഗപത് എന്നുള്ളത്. ഒരേ സമയത്ത് ആകൃഷ്യ, ധനുസ്, വില്ല് ഞാൻ വലിച്ചിട്ട് ആ ബാണൻ ഏകൈകസ്മിൻ ദ്വൗ ദ്വൗ ശരൗ സന്തതേ, ഓരോ വില്ലിലും ഈ 2 അസ്ത്രങ്ങളെ ചേർത്തു വെച്ചു, സന്ധാനം ചെയ്ത് ആ രണദുർമദഃ, രണത്തിൽ, യുദ്ധത്തിൽ ദുർമദത്തോടുകൂടി, ഗർവത്തോടുകൂടി, ആഹാ നീ ഇത്രയ്ക്കൊക്കെ ആയോ എന്ന് കൃഷ്ണനോട് ഗർവത്തോടുകൂടെ ചോദിക്കുന്ന മാതിരി അഹങ്കാരം പ്രകടിച്ചുകൊണ്ട് ബാണൻ 500 കൈകളിൽ വില്ല് ധരിച്ച് 500 കൈകളെ കൊണ്ട് ഈ 2 അമ്പുകൾ. അപ്പൊ എത്രയായി? 500 കൈകൾക്ക് ഈ 2 അമ്പ് എന്ന് പറയുമ്പോൾ 1000 അമ്പായി.
അങ്ങനെ 1000 അമ്പുകളെ ഒരേ സമയം തൊടുക്കുന്നവനായിരുന്നു ബാണൻ എന്ന് പറയാം. അങ്ങനെ തൊടുക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗബദ്ധരി സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഗം അപൂരയത്. താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗബദ്ധരി സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഗമപൂരയത്. ഭഗവാൻ ആരാമൻ അല്ലേ? ഭഗവാൻ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അപ്പോ എന്താ പറയുക, ആയിരക്കണക്കിന് ശിരസും ആയിരക്കണക്കിന് കൈകളും പാദങ്ങളും ഉള്ളവനാണ് ആ ഭഗവാന്. ഈ 500 കൈകൾ കൊണ്ട് തൊടുക്കുന്ന 1000 അസ്ത്രങ്ങളൊക്കെ എന്ത്? അതിനെ ഭഗവാൻ ഹരിഹി താനി ധനൂംഷി യുഗപത് ചിച്ഛേദ. അവൻ വില്ലിൽ തൊടുത്തിട്ടേ ഉള്ളൂ, അയച്ചിട്ടില്ല. അസ്ത്രം അയക്കുന്നതിന് മുമ്പേ തന്നെ 500 വില്ലുകളെയും ഭഗവാൻ ഒറ്റ സമയം കൊണ്ട് യുഗപത് ഒരേ സമയത്ത് ചിച്ഛേദ ഛേദിച്ചു കളഞ്ഞു. അപ്പോ വിക്ഷേപിക്കാനുള്ള വില്ല് തന്നെ ഒടിഞ്ഞു പോയാൽ പിന്നെ അമ്പ് എവിടെ പോയി വീഴും? എവിടെ വേണമെന്ന് പോയി വീഴാം, എന്തായാലും ലക്ഷ്യത്തിൽ പോവില്ല. അങ്ങനെ ഭഗവാൻ ഹരിഹി താനി ധനൂംഷി യുഗപത് ചിച്ഛേദ. അതോടൊപ്പം തന്നെ സാരഥിം രഥം അശ്വാൻ ച ഹത്വാ. അപ്പൊ ബാണന്റെ സാരഥിയെ കൊന്നു, രഥത്തെ നശിപ്പിച്ചു, അശ്വാൻ കുതിരകളെയും അമ്പെയ്തു, എല്ലാം തകർത്തു. എന്നിട്ട് ശംഖം അപൂരയത്. ഭഗവാൻ തന്റെ കയ്യിലുള്ള പാഞ്ചജന്യത്തെ മുഴക്കി ഒരു വിജയം ഘോഷിക്കുന്ന പോലെയും വെല്ലുവിളിക്കുന്നത് പോലെ, ഇനി നീ എന്ത് ചെയ്യും നോക്കട്ടെ എന്ന മട്ടില് ബാണനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഭഗവാന്റെ പാഞ്ചജന്യം ഘോഷിച്ചു എന്ന. താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗബദ്ധരി സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഖം അപൂരയത്. അപ്പൊ ബാണനോട് തൽക്കാലം ഭഗവാൻ വിജയിച്ചു നിൽക്കുകയാണ്. 500 വില്ലുകളെയും പൊട്ടിച്ച് അവന്റെ കുതിര, തേര്, സാരഥി എല്ലാം തകർത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ബാണന് പരാജയം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ബാണന്റെ അമ്മ, കോടര എന്നാണ് അവളുടെ പേര്, അവള് ഭഗവാന്റെ മുമ്പിലേക്ക് വരണു. എങ്ങനെ വരണു നോക്കാം. തന്മാതാ കോടരാ നാമ നഗ്നാ മുക്തശിരോരുഹ പുരോവതസ്തേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. തന്മാതാ കോടരാ നാമ നഗ്നാ മുക്തശിരോരുഹ പുരോവതസ്തേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. അപ്പൊ ഇനി അടുത്ത അസ്ത്രം ഭഗവാൻ ബാണന്റെ നേർക്ക് പ്രയോഗിക്കും. അങ്ങനൊരു ഘട്ടം വന്നു. ആ സമയത്ത് അവന്റെ മാതാ, തന്മാതാ, ബാണസ്യ മാതാ, അപ്പൊ നമ്മുടെ മഹാബലിയുടെ ഒരു ഭാര്യയായിരിക്കും അല്ലേ? വിന്ധ്യാവലിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഭാര്യയായിരിക്കും. കാരണം ബാണന്റെ മാതാവാണെങ്കിൽ മഹാബലിയുടെ ഭാര്യയാവണം. മഹാബലിയുടെ പുത്രനാണ് ബാണൻ. അപ്പോൾ മറ്റൊരു ഭാര്യയാണ് കോടര എന്ന്. അപ്പൊ കോടര നാമ, കോടര എന്ന് പേരുള്ളതായിട്ടുള്ള ബാണന്റെ അമ്മ നഗ്നയായിട്ട് മുക്ത ശിരോരുഹ, ശിരോരുഹം തലമുടിയെ മോചിപ്പിച്ചിട്ട് അഴിച്ചിട്ടിട്ട് കൃഷ്ണസ്യ പുരോ അവതസ്തേ, കൃഷ്ണന്റെ മുമ്പിൽ വന്ന് സ്ഥിതി ചെയ്തു. ബാണനെ വധിക്കണമെങ്കിൽ ആദ്യം എന്നെ വധിക്കൂ എന്ന മട്ടില് ബാണനെ മറച്ചുകൊണ്ട് എന്ന പോലെ ബാണനും കൃഷ്ണനുമിടയിലായിട്ട് നഗ്നയും തലമുടി അഴിച്ചിട്ടവളുമായിട്ട് ബാണന്റെ മാതാവ് വന്നു നിന്നു. എന്തിനാ? പുത്രപ്രാണരിരക്ഷയാ, പുത്രസ്യ പ്രാണരിരക്ഷയാ. റിരക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷിതും ഇച്ഛ. അപ്പൊ പുത്രന്റെ പ്രാണനെ രക്ഷിക്കുവാനായിക്കൊണ്ട് അമ്മയായ കോടര നഗ്നയായി ഭഗവാന്റെ മുമ്പിൽ നിന്നു. അപ്പൊ സ്ത്രീകളുടെ നഗ്നത കാണരുത് എന്നൊരു ധർമ്മശാസ്ത്രമുണ്ട്. സ്ത്രീകളുടെ നഗ്നത കാണുന്നത് അധർമ്മമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വേഗം തലയൊന്ന് തിരിച്ചു. അതാണ് ഇവിടെ
തതസ്ഥിര്യങ്മുഖോ നഗ്നാം അനിരീക്ഷൻ ഗതാഗ്രജഃ ബാണശ്ച താവത് വിരതഃ ഛിന്നദന്വാവിശത്പുരം. തതസ്ഥിര്യങ്മുഖോ നഗ്നാം അനിരീക്ഷൻ ഗതാഗ്രജഃ ബാണശ്ച താവത് വിരതഃ ഛിന്നദന്വാവിശത്പുരം. ഈ നഗ്നയായ സ്ത്രീയെ മുന്നിൽ കണ്ടപ്പോൾ തതഃ ഗദാഗ്രജഃ, ഗദാഗ്രജനായ ഗദന്റെ ജ്യേഷ്ഠനായ ഭഗവാൻ നഗ്നാം അനിരീക്ഷ്യൻ, നഗ്നയായി നിൽക്കുന്നവളെ നിരീക്ഷിക്കാതെ നോക്കാതെ തിര്യങ്മുഖ, മുഖത്തെ തിര്യക്കാക്കി വിലങ്ങനയാക്കി തലതിരിച്ചു എന്നർത്ഥം. അപ്പൊ തലതിരിച്ചപ്പോൾ അല്ലെങ്കിൽ തല താഴ്ത്തലും അവാങ്മുഖ തിര്യങ്മുഖ എന്നൊക്കെ പറയാം. അപ്പോ മുഖം തിരിച്ചപ്പോൾ താവത് അവസരം കിട്ടി ആർക്ക്? ബാണന് രക്ഷപ്പെടാൻ. ഛിന്നതന്വാ വിരതഃ ബാണഃ, വില്ല് പൊട്ടിയവനും രഥമില്ലാതായവനും അല്ലേ നിരായുധനായ ബാണൻ. പുരം അവിശത്ത്, പുരത്തിലേക്ക് പ്രവേശിച്ചു. പ്രാണനം കൊണ്ട് തൽക്കാലം ഓടിപ്പോയി പുതിയൊരു രഥത്തിൽ പുതിയ ആയുധങ്ങളുമായിട്ട് വരാനായിട്ട്. അപ്പൊ അതിനൊരു അവസരമുണ്ടാക്കി കൊടുത്തു അമ്മ. അമ്മ തന്നെ മകന്റെ പ്രാണൻ രക്ഷിക്കാനായിക്കൊണ്ട് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് മുമ്പിൽ നിന്നു. അപ്പോ ഭഗവാൻ നഗ്നയായ സ്ത്രീയെ കാണരുത്, വില്ലുകളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് വരും. ആ സമയത്ത് വേറെന്തുണ്ടായി? വിദ്രാവിദേ ഭൂതഗണേ അഭ്യധാവദാശാർഹം ദഹന്നിവ ദിശോ ദശ. വിദ്രാവിദേ ഭൂതഗണേ ജ്വരസ്തു ത്രിശിരാസ്ത്രിപാദ് അഭ്യധാവദാശാർഹം ദഹന്നിവ ദിശോ ദശ. ഭൂതഗണേ വിദ്രാവിദേ, മഹാദേവന്റെ ഭൂതഗണങ്ങളെല്ലാം ഭഗവാന്റെ ആയുധങ്ങളേറ്റ് പിന്തിരിഞ്ഞോടിയില്ലോ. അതാണ് വിദ്രാവിദേ സതീ. ഭൂതഗണങ്ങളെല്ലാം പിന്തിരിഞ്ഞോടിയപ്പോൾ ത്രിശിരാഹ ത്രിപാദ് ജ്വരഃ തു ദശ ദിശഃ ദഹന്നിവ ദാശാർഹമഭ്യതാവത്. ഭഗവാന്റെ മഹാദേവന്റെ ഒരു ശക്തി തന്നെയാണ് രുദ്രജ്വരം, ശൈവജ്വരം എന്നൊക്കെ പറയുന്ന ഒരു ശക്തി. അയാൾക്ക് എത്ര തലയാണ്? 3 തലയുണ്ടത്രേ. ത്രിശിരാഹ, 3 തലയുള്ളവനും ത്രിപാദ്, 3 പാദങ്ങളുള്ളവനും. അപ്പൊ 3 കാലും 3 തലയുമുള്ളതായിട്ടുള്ള ജ്വരഃ, ജ്വരം എന്ന് പറയുന്ന ഒരു ഭൂതഗണം, മഹാദേവന്റെ ഒരു പ്രത്യേക ശക്തി. ആ ശക്തി ദശദിശഃ ദഹന്നിവ, 10 ദിക്കുകളെയും ദഹിപ്പിക്കുന്ന പോലെ. 4 ദിക്കുകൾ, 4 കോണുകൾ, താഴെയും മോളും. അപ്പൊ എല്ലാ ഭാഗത്തേക്കും ജ്വലിപ്പിച്ചുകൊണ്ട് ദഹിപ്പിക്കുന്ന രൂപത്തില് ദാശാർഹമഭ്യതാവത്, ജ്വരമാണ്, തപിപ്പിക്കുന്നതാണ്. അപ്പൊ ദാശാർഹൻ എന്നാൽ യാദവ പ്രമുഖനായ മഹാദേവന്റെ നേർക്ക്, ശ്രീകൃഷ്ണന്റെ നേർക്ക് അഭിധാവനം ചെയ്തു, പാഞ്ഞു വന്നു. ഭഗവാനോ അധ നാരായണോ ദേവഃ തം ദൃഷ്ട്വാ വ്യസൃജജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ച യുയുധാദേ ജ്വരൗ ഉഭൗ. അധ നാരായണോ ദേവഃ തം ദൃഷ്ട്വാ വ്യസൃജജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ച യുയുധാദേ ജ്വരൗ ഉഭൗ. ജ്വരാഉഭൗ. അധ, അപ്പോൾ തന്റെ നേരെ ജ്വരം പാഞ്ഞു വന്നപ്പോൾ നാരായണോ ദേവഃ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയുള്ള നാരായണനായ ദേവൻ, തം ദൃഷ്ട്വാ, തം ശൈവജ്വരം ദൃഷ്ട്വാ, ആ ശൈവജ്വരം തന്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടിട്ട് വ്യസൃജത് ജ്വരം, തന്റെ ജ്വരത്തെ വിസർജിച്ചു എന്ന് പറഞ്ഞാൽ വൈഷ്ണവജ്വരത്തെ പ്രയോഗിച്ചു. തന്റെ ശക്തിയെ ജ്വരരൂപത്തില് ശൈവജ്വരത്തിന്റെ നേർക്ക് വൈഷ്ണവജ്വരത്തെ പ്രയോഗിച്ചു. അതാണ് മാഹേശ്വരോ വൈഷ്ണവശ്ച ഉഭൗ ജ്വരൗ യുയുധാദേ. അങ്ങനെ പരസ്പരം മാഹേശ്വരജ്വരവും വൈഷ്ണവജ്വരവും
ഉഭൗ ജ്വരവും, രണ്ട് ജ്വരങ്ങളും യുയുധാതെ പരസ്പരം യുദ്ധം ചെയ്തു എന്നർത്ഥം. അങ്ങനെ ജ്വരങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. എന്നിട്ടെന്തായി? മാഹേശ്വര സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിതഃ അലബ്ധ്വാഭയമന്യത്ര ഭീതോ മാഹേശ്വരോ ജ്വരഃ ശരണാർത്ഥി ഹൃഷീകേശം തുഷ്ടാവ പ്രയതാഞ്ജലിഃ. മാഹേശ്വര സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിതഃ അലബ്ധ്വാ അഭയമന്യത്ര ഭീതോ മാഹേശ്വരോ ജ്വരഃ ശരണാർത്ഥി ഹൃഷീകേശം തുഷ്ടാവ പ്രയതാഞ്ജലിഃ. വൈഷ്ണവേന ബലാർദിതഃ മാഹേശ്വരഃ. ആ മാഹേശ്വരജ്വരം, രുദ്രജ്വരം വൈഷ്ണവജ്വരത്താൽ ബലാർദിതഃ, ബലമായി അർദ്ധിക്കപ്പെട്ടതുകൊണ്ട്, ശക്തമായി പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട്, അന്യത്ര അഭയം അലബ്ധ്വാ, വേറെ എവിടെ പോയാലും രക്ഷയില്ല എന്ന് കണ്ടിട്ട്. അപ്പോൾ മാഹേശ്വര ജ്വരം പലയിടത്തും പാഞ്ഞു നോക്കിയിട്ടുണ്ടാകും. അവിടെയൊക്കെ വൈഷ്ണവജ്വരം പുറകെ ചെന്ന് പീഡിപ്പിക്കുകയാണ്. അങ്ങനെ വേറൊരിടത്തും നിൽക്കക്കളിയില്ലാതായി, അഭയം കിട്ടാതായിട്ട്, അഭയമലബ്ധ്വാ ഭീതഃ, ഭയപ്പെട്ടവനായിട്ട്, ശരണാർത്ഥി, ശരണമർത്ഥിക്കുന്നവനായിട്ട്, പ്രയതാഞ്ജലി, വിനയപൂർവം അഞ്ജലി കുപ്പിയവനായിട്ട്, ആശ്രയിക്കുന്നവനായിട്ട്, മാഹേശ്വര ജ്വര സമാക്രന്ദൻ ഋഷികേശം തുഷ്ടാവ. ആ മാഹേശ്വര ജ്വരം സമാക്രന്ദൻ എന്ന് പറഞ്ഞാൽ സമ്യക് ആക്രന്ദനം ചെയ്തുകൊണ്ട്, ആക്രന്ദനം ചെയ്യുക, നിലവിളിക്കുക, നിലവിളിച്ചു കരയുക. അപ്പൊ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഋഷികേശം തുഷ്ടാവ, ഋഷികേശനായ ഭഗവാനെ സ്തുതിച്ചു. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഈശ്വരനായ നാഥനായ സർവേന്ദ്രിയ നിയന്താവായ ഭഗവാനെ സ്തുതിച്ചു. ആര് സ്തുതിച്ചു? മാഹേശ്വരജ്വരം സ്തുതിച്ചു. എന്തുകൊണ്ട് സ്തുതിച്ചു? വൈഷ്ണവജ്വരത്താൽ പീഡിതനായി എവിടെ ചെന്നിട്ടും അഭയം ലഭിക്കാതെ ഭയചകിതനായിട്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് വിനയാന്വിതനായി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് സ്തുതിച്ചു എന്നാണ്. മാഹേശ്വര സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിതഃ അലബ്ധ്വാ ഭയമന്യത്ര ഭീതോ മാഹേശ്വരോ ജ്വരഃ ശരണാർത്ഥി ഹൃഷീകേശം തുഷ്ടാവ പ്രയതാഞ്ജലിഃ. ജ്വര ഉവാച. 4 ഗംഭീര ശ്ലോകങ്ങളാണ് ആ ജ്വരം ചെയ്യുന്നതായിട്ടുള്ള, മാഹേശ്വര ജ്വരം ചെയ്യുന്നതായിട്ടുള്ള സ്തുതി. 1-ാമത്തെ ശ്ലോകം വായിച്ച് മാത്രം നിർത്താം. നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും യത്തദ് ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. ജ്വര ഉവാച. നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും യത്തദ് ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. ഇപ്പം നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ വിവിധ വിശേഷണങ്ങളെ കൊണ്ട് പ്രശംസിച്ച് സ്തുതിക്കുകയാണ്. തുടർന്ന് ശരണം പ്രപദ്യേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കുന്നുണ്ട്. അതാണ് 4 ശ്ലോകങ്ങൾ. നമുക്ക് വൈകുന്നേരം നോക്കാം. അത് കഴിഞ്ഞ് ഭഗവാൻ ആ ജ്വരത്തിന് അഭയം കൊടുക്കുന്നതോടുകൂടെ ഒരു പ്രത്യേക കാര്യം കൂടി സന്ദർഭവശാൽ ഭഗവാൻ പറഞ്ഞു. നീ സ്തുതിച്ച ഈ സ്തുതി ഉണ്ടല്ലോ, അതാരാണ് അവർക്ക് ജ്വരമുണ്ടാകുമ്പോൾ, അല്ലേ? ജ്വരം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, ഭയം മുതലായത്, താപമുണ്ടാകുമ്പോൾ, പനി മുതലായതിന് ജ്വരം എന്ന് പറയും നമ്മൾ, അല്ലേ? സന്നിപാത ജ്വരം, ജ്വരം. തമിഴിൽ പനിക്ക് ജ്വരം തന്നെയാണ് പറയുക, വേറെ വാക്കില്ല അവർ പറയുക. തമിഴിൽ ജ്വരം എന്ന് തന്നെയാണ് പനിക്ക് പറയുന്ന പേര്. ജലദോഷത്തിന് വേറെ പേരാണ്. ജലദോഷത്തിന് ചളി എന്ന് പറയവർ.
എന്നപ്പാച്ച് എനിക്ക് ചളി പിടിച്ചിരിച്ച്, അല്ലെങ്കിൽ പനിയാണെങ്കിൽ ജ്വരം വന്നിടിച്ച്. അപ്പൊ ജ്വരം എന്നാൽ പനിയെന്നും അർത്ഥം. രോഗപീഠകളൊക്കെ ജ്വരമായിട്ട് കണക്കാക്കാം. അതുപോലെ ഭയങ്ങളൊക്കെ ജ്വരമാകാം. അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള അഗ്നിബാധ, വെയിലിൻ്റെ താപം, അല്ലേ, അങ്ങനെയുള്ള ഭയാനകമായിട്ടുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ അതിനെ ശമിപ്പിക്കാനായിക്കൊണ്ട് ഈ ജ്വരം ചെയ്ത സ്തുതി 4 ശ്ലോകങ്ങൾ ചെയ്താൽ മതി. എന്നെയും നിന്നെയും ആരാണോ സ്മരിക്കുന്നത് എന്നും പറയുന്നുണ്ട്, അവർക്ക് ആ ജ്വരഭയം നീങ്ങിപ്പോകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പോൾ ആ മന്ത്രം, അല്ലേ, ജ്വരയുടെ സ്തുതി അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാവരും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പനിയൊക്കെ വരുമ്പോൾ മടിയിൽ വെച്ച് ചൊല്ലാവുന്നതാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകുന്നേരം നോക്കാം.